വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ EKS ഇഡലി ദോശമാവ് കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷെർഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെർഫിയ ബിൽഡിംഗ്. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വാർത്തകൾ തുടങ്ങുകയാണ്. ആദ്യം നോക്കാം ഇന്നത്തെ തലക്കെട്ടുകൾ. വിൽപ്പനയ്ക്കായി വീട്ടിൽ രഹസ്യ അറയിൽ സൂക്ഷിച്ച 730 ഗ്രാം കഞ്ചാവുമായി മമ്പാട് പുളിക്കലുടി സ്വദേശി പോലീസിന്റെ പിടിയിലായി. കാപ്പ കേസിൽ ജില്ല കടത്തിയ ആളാണ് തിരിച്ചെത്തി വീണ്ടും കഞ്ചാവ് കടത്തിയത്. വണ്ടൂർ മണ്ഡലത്തിലെ ജനങ്ങളുടെ ദീർഘകാലമായ ആവശ്യങ്ങൾക്ക് പരിഹാരമാകുന്നു. മണ്ഡലത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന ബജറ്റിൽ ആവശ്യമായ ഫണ്ട് അനുവദിച്ചതായി റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ. കാളികാവ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ കയറി ജീവനക്കാരെ ആക്രമിച്ചതായി പരാതി. ശനിയാഴ്ച രാവിലെയാണ് സംഭവം. അക്രമത്തിൽ പരിക്കേറ്റ 2 തൊഴിലുറപ്പ് ഓഫീസിലെ ജീവനക്കാരെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചുങ്കത്തറ പഞ്ചായത്തിലെ കൊന്നമണ്ണ വാർഡിൽ പുതുതായി പണി പൂർത്തീകരിച്ച എരങ്കോൽ കുന്ന് ആശാരിപ്പടി റോഡ് പൊതുഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. വിശദമായ വാർത്തകളിലേക്കാണ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസ് വ്യാപകമായി ലഹരി മാഫിയകൾക്കെതിരെ പരിശോധനകൾ നടത്തിവരികയാണ്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം മമ്പാട് ഗ്രാമപഞ്ചായത്തിലെ പുളിക്കലുടിയിൽ നിന്നും കഞ്ചാവുമായി ഒരാളെ പിടികൂടി. കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് വീട്ടിൽ ടൈൽസ് കൊണ്ട് പ്രത്യേക രഹസ്യ അറ ഉണ്ടാക്കി വീടിന്റെ അടുക്കളയിലാണ് ഈ കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. 730 ഗ്രാം കഞ്ചാവാണ് ഇവിടെ നിന്നും പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നത്. പുളിക്കലുടി സ്വദേശി പള്ളിക്കണ്ടി മുഹമ്മദ് കുട്ടി എന്ന ചെമ്പൻ നാണിയെയാണ്, 65-കാരനായ ചെമ്പൻ നാണിയെയാണ് നിലമ്പൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടിയത്. നിലമ്പൂർ DYSP VK വിശ്വംഭരൻ നായർക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഇന്നലെ രാവിലെ 11 മണിയോടുകൂടിയാണ് മമ്പാട് പുളിക്കലുടിയിലെ പ്രതിയുടെ വീട്ടിൽ പരിശോധന നടത്തിയത്. അടുക്കളയിൽ ഫ്രിഡ്ജിന് താഴെ രഹസ്യ അറയുണ്ടാക്കി മുകളിൽ ടൈൽസ് പാകിയ നിലയിലാണ് കഞ്ചാവ് ഒളിപ്പിച്ചിരുന്നത്. സംശയം തോന്നി ടൈൽസ് ഇളക്കി മാറ്റി നോക്കിയപ്പോഴാണ് രഹസ്യ അറ പോലീസിന് കണ്ടെത്താനായത്. മുൻപും നിരവധി കഞ്ചാവ് കേസുകളിൽ ഉൾപ്പെട്ട പ്രതിയെ പോലീസ് കാപ്പ ചുമത്തി ജില്ലയിൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. വിലക്കിന്റെ കാലാവധി കഴിഞ്ഞ് നാട്ടിലെത്തിയ പ്രതി വീണ്ടും കഞ്ചാവ് വിൽപ്പന നടത്തുന്നുണ്ട് എന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് പ്രതി വീണ്ടും അറസ്റ്റിലായത്. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾക്കുൾപ്പെടെ പ്രതി കഞ്ചാവ് നൽകുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിടികൂടിയ കഞ്ചാവിന് വിപണിയിൽ 4 ലക്ഷത്തോളം രൂപ വില വരും. കഞ്ചാവ് വിൽപ്പനയിലൂടെ ലഭിച്ച 22,500 രൂപയും ഇലക്ട്രോണിക്സ് ത്രാസും കോടതിയിൽ ഹാജരാക്കും.
ഇൻസ്പെക്ടർ BS ബിനു, സീനിയർ CPO ലിജു ജോർജ്, CPO അജീഷ്, സുനില, ഡാൻസ് ഓഫ് അംഗങ്ങളായ സുനിൽ മമ്പാട്, അഭിലാഷ് കൈപ്പിനി, KT ആഷിഫ് അലി, നിബിൻ ദാസ്, ജിയോ ജേക്കബ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വണ്ടൂർ മണ്ഡലത്തിലെ ജനങ്ങളുടെ ദീർഘകാലമായുള്ള ആവശ്യങ്ങൾക്ക് ഒടുവിൽ പരിഹാരമാകുന്നു. സംസ്ഥാന ബജറ്റിൽ മണ്ഡലത്തിലെ വിവിധ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുക വകയിരുത്തിയതായി വണ്ടൂർ MLAയും സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രിയുമായ AP അനിൽകുമാർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. ആ വാഗ്ദാനങ്ങളാണ് ഇപ്പോൾ ഈ ആദ്യ ബജറ്റിലൂടെ തന്നെ യാഥാർത്ഥ്യമാകുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഏറെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ച വാണിയമ്പലം റെയിൽവേ ഓവർ ബ്രിഡ്ജിന്റെ പ്രതിസന്ധിക്ക് ഒടുവിൽ പരിഹാരമാവുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് ഇതിനായി 21 കോടി രൂപ മുൻപ് തന്നെ മാറ്റിവെച്ചിരുന്നുവെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് സ്ഥലമേറ്റെടുപ്പിനായി തുക അനുവദിക്കാതിരുന്നതാണ് പദ്ധതി വൈകുവാൻ കാരണമായത്. എന്നാൽ ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള പ്രാഥമിക നടപടികൾക്കായി 5 കോടി രൂപ സംസ്ഥാന ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. പാരിസ്ഥിതിക ആഘാത പഠനത്തിനായുള്ള കമ്മിറ്റിയുടെ റിപ്പോർട്ട് ലഭിച്ചാലുടൻ കളക്ടർക്ക് അടുത്ത നടപടികളിലേക്ക് കടക്കുവാൻ സാധിക്കും. ഈ നടപടികൾ പൂർത്തിയാകുന്നതോടെ ഓവർ ബ്രിഡ്ജ് നിർമ്മാണം വേഗത്തിൽ ആരംഭിക്കുവാൻ സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. യഥാർത്ഥത്തിൽ ഞാൻ തെരഞ്ഞെടുപ്പ് വേളയിൽ ഞാൻ പറഞ്ഞതാണ്, സംസ്ഥാന ഗവൺമെൻറ് ആയിരുന്നു അതിന് പണം വെക്കേണ്ടത്. കേന്ദ്ര ഗവൺമെൻറ് ആവശ്യമായ 21 കോടി രൂപ റെയിൽവേ ഓവർ ബ്രിഡ്ജ് നിർമ്മാണത്തിന് വേണ്ടി നീക്കിവെച്ചിട്ട് വർഷങ്ങളായി. രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ മൂലം നമുക്കത് ലഭിച്ചു. പക്ഷേ ഇത്രയും പിന്നെയും നീണ്ടുപോയത് സംസ്ഥാന ഗവൺമെൻറ് അത് പണം നീക്കിവെക്കാത്തതുകൊണ്ടാണ് ഭൂമി വാങ്ങുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് പണം നീക്കിവെക്കാത്ത സാഹചര്യത്തിലാണ് വീണ്ടും റെയിൽവേയോട് അതിനാവശ്യമായ പണം കൂടി അനുവദിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ട് റെയിൽവേക്ക് തന്നെ തിരിച്ചു കൊടുത്തത്. പക്ഷേ നമ്മളിപ്പോൾ അതിനെ പോലും കാത്തിരിക്കേണ്ട, റെയിൽവേന് തീരുമാനം എടുക്കേണ്ട കാര്യമില്ല. റെയിൽവേയെ നമ്മൾ അറിയിക്കും, സംസ്ഥാന ഗവൺമെൻറ് ഭൂമി ഏറ്റെടുക്കുന്നതിന് ആവശ്യമായ പണം എത്രയാണോ അത് നൽകും. അതിൻ്റെ പ്രാരംഭ നടപടി എന്നുള്ള നിലയ്ക്കാണ് 5 കോടി രൂപ നീക്കിവെച്ചിട്ടുള്ളത്. ചോക്കാട് പഞ്ചായത്തിലെ മമ്പാട്ടുമൂല പാലം, തുവ്വൂർ പഞ്ചായത്തിലെ മാതോത്ത് പാലം എന്നിവയുടെ നിർമ്മാണത്തിനായി ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ഈ വർഷം തന്നെ ഇവയുടെ പ്രവൃത്തികൾ ആരംഭിക്കുവാനാകുമെന്നും മന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് വേളയിൽ പറഞ്ഞത്, അധികാരത്തിൽ UDF വന്നു കഴിഞ്ഞാൽ ആദ്യ ബഡ്ജറ്റിൽ തന്നെ തുവ്വൂർ പഞ്ചായത്തിലെ മാതോത്ത് പാലം ഉൾപ്പെടുത്തും എന്ന് പ്രഖ്യാപിച്ചാണ് തെരഞ്ഞെടുപ്പ് വേളയിൽ. അതേപോലെ ചോക്കാട് പഞ്ചായത്തിലെ മമ്പാട്ടുമൂല പാലവും ആദ്യ ബജറ്റിൽ തന്നെ ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞതാണ്. അത് രണ്ടും ഇന്ന് ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വർഷം തന്നെ അതിൻ്റെ പ്രവൃത്തി തുടങ്ങാൻ കഴിയും. വണ്ടൂർ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നായ കാളികാവ് റോഡിൽ നിന്നും നിലമ്പൂർ റോഡിലേക്ക് ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് റോഡിനായുള്ള സ്ഥലമേറ്റെടുപ്പ് നടപടികൾക്കായി 5 കോടി രൂപ ബജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട്. ഇതോടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങുവാനാകുമെന്നും മന്ത്രി പറഞ്ഞു. നമുക്ക് കാളികാവ് റോഡിൽ നിന്നും നിലമ്പൂർ റോഡിലേക്ക് ഒരു ബൈപ്പാസ് വേണമെന്നുള്ളത്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സ്ഥലമെടുപ്പുമായി കാര്യത്തിന് 5 കോടി രൂപ ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നമുക്ക് തുടങ്ങാൻ കഴിയും. വിവിധ വികസന പദ്ധതികൾക്കായി തുക അനുവദിച്ചതോടെ വണ്ടൂർ മണ്ഡലത്തിലെ യാത്രാക്ലേശത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും വലിയൊരു കുതിച്ചുചാട്ടമുണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കാളികാവ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ജീവനക്കാരെ ആക്രമിച്ചതായി പരാതി. തൊഴിലുറപ്പ് ഓഫീസിലെ ജീവനക്കാരെയാണ് ആക്രമിച്ചത്. പരിക്കുകളോടുകൂടി 2 പേർ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. കഴിഞ്ഞ ദിവസം ആണ് ഈ സംഭവം നടന്നത്. കുപ്പനത്ത് റഹ്മത്തുള്ള എന്നയാളാണ് തങ്ങളെ ആക്രമിച്ചതെന്ന് പരിക്കേറ്റ ജീവനക്കാർ പറഞ്ഞു. പഞ്ചായത്ത് ഓഫീസിലെ NRGS വിഭാഗം ജീവനക്കാരായ ഏലച്ചോല ഇസ്ഹാക്ക്, PM ഷറഫലി എന്നിവർക്കാണ് അക്രമത്തിൽ പരിക്കേറ്റത്. വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയ്ക്ക് ഉടൻ മറുപടി വേണമെന്നാവശ്യപ്പെട്ടാണ് റഹ്മത്തുള്ള ഓഫീസിൽ എത്തിയത്. മറുപടി നൽകുവാൻ നിയമപരമായ സമയമുണ്ടെന്ന് ജീവനക്കാർ വ്യക്തമാക്കിയതോടെ ഇയാൾ ജീവനക്കാരുമായി തർക്കത്തിൽ ഏർപ്പെടുകയും തുടർന്ന് NRGS ഓഫീസിലെ ഫയലുകൾ ബലമായി വാങ്ങി വലിച്ചു കീറുകയും തടയാൻ ശ്രമിച്ചവരെ മുഖത്തടിക്കുകയും തള്ളിമാറ്റുകയും ചെയ്തെന്നും അക്രമത്തിനിടെ ഓഫീസിലെ കസേരകളും ഫർണിച്ചറുകളും ഇയാൾ മറിച്ചിട്ടതായും പറയുന്നു. പിന്നെ കച്ചറായിട്ടാണ് അയാൾ സംസാരിക്കണം കാര്യം. പിന്നെ അയാൾ എൻ്റെ കയ്യിലിരുന്ന ഫയല് വാങ്ങി വലിച്ചെറിഞ്ഞ് അയാൾ കീറിയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നെ മുഖത്തടിച്ച് എന്നെ തള്ളിയിട്ട്, അപ്പോൾ നമ്മുടെ ചെയറും കാര്യങ്ങളൊക്കെ അവിടെ മറിച്ച്, പിന്നെ അങ്ങനെയൊക്കെയാണ് നിലവിലുള്ള സാഹചര്യം. ഓനോൻ്റെ പിന്നെ സീറ്റിലും ഞാൻ നേരെ ഓപ്പോസിറ്റ് സീറ്റിലും ആയിരിക്കണം. ഇപ്പം നേരെ വന്ന് ഇവനോട്
ആദ്യം പിന്നെ നേരിട്ട് ചെന്നിക്കാണ്. പിന്നെ ഇത് നേരെ ചെന്നാണ്ട് ഇത് വിവരാസം കൊടുത്ത മറുപടി തരാൻ പറ്റിയാണ് വർത്തനം ഉണ്ടാണ് ആദ്യം. അതെന്താ നിങ്ങൾ ജടി കൊടുത്തിട്ടില്ലേ, ഞങ്ങൾക്ക് സമയം ഉണ്ടല്ലോ, അത് ഞങ്ങൾ തരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വർത്തനം പറഞ്ഞു. അത് പറഞ്ഞാണ്ട് അങ്ങനെ എന്തൊക്കെ ഓനോ പിന്നെ എന്തൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞാണ്ട് ഫയലോട് വലിച്ചു കെട്ടിയും കീറുന്നും കണ്ട് ഓന് ആണ് പോകാൻ നിൽക്കാൻ പോകുമ്പോൾ ആളാണ് ഈ പ്രശ്നം ഉണ്ടാണ്. അങ്ങനെ ഓനെ ഒരടി മൂക്കിനേറ്റ അടി അടിച്ചു. പിന്നെ അങ്ങനെയാണ് സംഭവം നടക്കുന്നത്. പിന്നെയാണ് പൊയ്ക്കാണ്. അതേസമയം അക്രമം നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന റഹമത്തുള്ളയും പരിക്കുകളോടെ ചികിത്സ തേടിയതായാണ് വിവരം. സംഭവവുമായി ബന്ധപ്പെട്ട് കാളികാവ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ പോലീസിൽ പരാതി നൽകി. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ വായനാ ദിനാചരണവും SSLC+2 ഉന്നത പരീക്ഷകളിൽ വിജയികളായവർക്ക് ആദരവും നൽകി. പരിപാടിയുടെ ഉദ്ഘാടനം സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K അമൃത അധ്യക്ഷത വഹിച്ചു. സാക്ഷരതാ കോർഡിനേറ്റർ E സന്തോഷ് കുമാറിനെ പൊന്നാടയണിയിക്കുകയും മൊമന്റോ നൽകി ആദരിക്കുകയും ചെയ്തു. പഠിതാക്കളിൽ വിവിധ മേഖലയിൽ വിജയം നേടിയവരെയും ചടങ്ങിൽ ആദരിച്ചു. വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി ബ്ലോക്ക് സാക്ഷരതാ മിഷന്റെ വായനശാലയിലേക്ക് പഠിതാക്കൾ പുസ്തകം നൽകുകയും ചെയ്തു. വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അലി പന്തലിങ്ങൽ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ റഹിയാനത്ത് BV, UK മഞ്ജുഷ, V അസൈനാർ, അംഗങ്ങളായ PP അബ്ദുൾ റസാഖ്, PK മുബഷീർ, T സിറാജുദ്ദീൻ, E സഫീർ ജാൻ, P ഷാനി, KC കുഞ്ഞി മുഹമ്മദ്, M ശിവശങ്കരൻ, അസ്കർ ആമയൂർ, P സുധീർ, സാക്ഷരതാ കോർഡിനേറ്റർ E സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പഠിതാക്കളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. മമ്പാട് ഗ്രാമപഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞിരാല അബ്ദുറഹിമാൻ മാസ്റ്റർ സ്മാരക അവാർഡ് ദാന ചടങ്ങ് നടത്തി. ഉന്നത വിജയികളായ കുട്ടികളെയാണ് അവാർഡുകൾ നൽകി ആദരിച്ചത്. യൂത്ത് ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി നിസാർ സ്വാഗതം പറഞ്ഞു. ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് സൽമാൻ ഫാരിസിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഡോക്ടർ അബ്ദുൽ സലാം കണ്ണിയൻ മുഖ്യപ്രഭാഷണം നടത്തി. അലീം യൂസഫ്, മമ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് സമീന കാഞ്ഞിരാല, വൈസ് പ്രസിഡന്റ് പാലോളി നിഷാദ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അലി പന്തലിങ്ങൽ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി U സുദ്ദീഖ് അലി, പഞ്ചായത്ത് മെമ്പർ, മറ്റ് യൂത്ത് ലീഗ് ഭാരവാഹികൾ സാലിഹ്, ഫിർദൌസ് ഖാൻ, ഫായിസ്, ഷിഹാബ് തുടങ്ങിയവരും പങ്കെടുത്തു. പഞ്ചായത്ത് യൂത്ത് ലീഗ് ട്രഷറർ സലീം പൊങ്ങല്ലൂർ നന്ദി പറഞ്ഞു. ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിലെ കൊന്നമണ്ണ വാർഡിൽ പുതുതായി നിർമ്മാണം പൂർത്തീകരിച്ച എരങ്കോൽ കുന്ന് ആശാരിപ്പടി റോഡ് പൊതുഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. 2024-25 സാമ്പത്തിക വർഷത്തിൽ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. 3 മീറ്റർ വീതിയിൽ 450 മീറ്റർ നീളത്തിലാണ് റോഡിന്റെ നിർമ്മാണം ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. MLA ആരിടൻ ഷൗക്കത്ത് റോഡ് നാട്ടുകാർക്കായി തുറന്നുകൊടുത്തു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK സുരേഷ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ബിജു KY സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ നാസർ തെറ്റത്ത്, റിയാസ് ചുങ്കത്തറ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ജിൻഷാദ്, P സത്യൻ, PB സുഭാഷ്, മുൻ മെമ്പർ ബിന്ദു സത്യൻ, പഞ്ചായത്ത് അംഗങ്ങളായ ചന്ദ്രൻ എടപ്പിലാൻ, മുനീർ, സുഭാഷിണി, വാഹിദ, ഷെൽമ, മുരളി, അജീഷ്, സുദിഷ, മുഹമ്മദ് അലി, VP ബാബു എന്നിവർ സംസാരിച്ചു. ഒരിടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. EKS ഉണ്ടെങ്കിൽ പിന്നെ പ്രഭാതം പ്രസരിപ്പോടെ. EKS ഇഡലി ദോശമാവ് പ്രത്യേകം തിരഞ്ഞെടുക്കുന്ന ഗുണമേന്മയുള്ള അരിയും ഉഴുന്നും ചേർത്ത് ശാസ്ത്രീയമായ രീതിയിൽ ഏറെ ശുചിത്വത്തോടെ RO വാട്ടർ മാത്രം ഉപയോഗിച്ച് തയ്യാർ ചെയ്യുന്നത് കൊണ്ട് തന്നെ മികച്ച ഗുണനിലവാരം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാൻ അനുയോജ്യമായ പാക്കിംഗ്. ഇനി രുചിയിൽ നിറയട്ടെ വീട്ടിലെ സന്തോഷം. കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. EKS ഫുഡ് പ്രൊഡക്ട്സ്, നിലമ്പൂർ. എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്. വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു.
ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ. പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, LED TV, മിക്സി, ചിമ്മിനി ആൻഡ് ഹോബ്, ഓവൻ, സ്റ്റൗ, കുക്കർ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, എയർ കൂളർ, ഫാൻ, ഹോം തിയേറ്റർ, ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. മാത്രമല്ല പലിശരഹിത EMI സൗകര്യവും ലഭ്യമാണ്. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931 248 535 9447 338 503. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. പ്രിയപ്രേക്ഷകരെ, വാർത്തകൾ തുടരുകയാണ്. ആരോഗ്യരംഗത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും IMB നൽകുന്ന സേവനങ്ങൾ മഹത്തരവും മാതൃകാപരവുമാണെന്ന് സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ. KNMന്റെ ഹെൽത്ത് വിങ്ങായ IMB ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ഏരിയകളിൽ നടക്കുന്ന സെമിനാറിന്റെയും മെഡിക്കൽ ക്യാമ്പിന്റെയും ജില്ലാതല ഉദ്ഘാടനം വണ്ടൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെറുകോട് മദ്രസത്തുൽ മുജാഹിദീനിലാണ് ഈ ഒരു മെഡിക്കൽ ക്യാമ്പ് നടന്നത്. ആരോഗ്യ മേഖലയിൽ നമുക്ക് ഇത്തരത്തിലുള്ള ക്യാമ്പുകളും കാര്യങ്ങളും ഒക്കെ ഏറ്റവും ശക്തമായി നടക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക്, നമ്മൾ ആശുപത്രിയിലേക്ക് പോവുകയില്ല, ഡോക്ടേഴ്സ് നമ്മുടെ അടുത്തേക്ക് വരികയാണ്. എല്ലാ സൗകര്യങ്ങളോടും ഒരു കുടക്കയിൽ നമുക്ക് എല്ലാ വിഭാഗം ഡോക്ടർമാരെ അണിനിർത്തിക്കൊണ്ട് ഏത് ഡോക്ടറെയാണോ കാണേണ്ടത് കാണാനുള്ള അവസരം, ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ മെഡിസിൻ, ഇതൊക്കെ നൽകുന്ന ഇത്തരം ക്യാമ്പുകളും നമ്മുടെ ആരോഗ്യ മേഖലയുടെ വളർച്ചയിൽ വലിയ പങ്ക് വഹിക്കുന്നു. ഇവിടെ വണ്ടൂരിലെ സ്വകാര്യ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടു കൂടിയാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഹെൽത്ത് ATMന്റെ സഹായത്തോടെ 350-ൽ പരം രോഗികൾക്ക് സൗജന്യമായി സമഗ്ര രോഗനിർണയം നടത്തി. പ്രമേയ രോഗികൾക്ക് ഗ്ലൂക്കോമീറ്ററുകൾ മന്ത്രി വിതരണം ചെയ്തു. IMBA ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഹാമിദ് ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. KNM ജില്ലാ പ്രസിഡന്റ് എഞ്ചിനീയർ PK ഇസ്മായിൽ, സെക്രട്ടറി T യൂസഫ് അലി സ്വലാഹി, ജില്ലാ ഭാരവാഹികളായ N അബ്ദുള്ള സ്വലാഹി, P ഹംസ സുല്ലമി, NV ഫൈസൽ, IB ജില്ലാ സെക്രട്ടറി മുസ്തഫ കാരക്കുന്ന്, പോരൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ K കമിലാമോൾ, MGM ജില്ലാ സെക്രട്ടറി K ലൈല പാണ്ടിക്കാട്, എമർജൻസി മെഡിസിൻ ട്രോമ കെയർ കൺസൾട്ടന്റ് ഡോക്ടർ K ഷമീൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ K നാസർ അഹമ്മദ്, ഡോക്ടർ ബിബിൻ, P മുഹമ്മദ് മദനി, അഷറഫ് സുലാഹി പാണ്ടിക്കാട് എന്നിവർ സംസാരിച്ചു. KNM കദമ്പൻ നമ്പൂതിരിപ്പാടിന്റെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി വണ്ടൂർ ശിവക്ഷേത്ര സംരക്ഷണ സമിതി അദ്ദേഹത്തെ ആദരിച്ചു.
കേരളത്തിൽ ഇന്ന് ഏറ്റവും അധികം ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ശാഖകളുള്ള ജില്ല എന്ന് പറയുന്നത് മലപ്പുറം. ആ മലപ്പുറത്തിന് ആ കാലഘട്ടത്തിൽ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നിയത്. ക്ഷേത്ര ഹാളിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് സി രവിദാസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ക്ഷേത്ര സംരക്ഷണ സമിതി താലൂക്ക് പ്രസിഡന്റ് രവിപ്രസാദ്, ശിവക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി പി അരുൺ, ട്രഷറർ ഉഷ, രാമൻ മൂസദ്, കൃഷ്ണൻ, ഉണ്ണിമാരാർ, മോഹനൻ, കോമളവല്ലി, സി പി ഷീജ, വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. വണ്ടൂർ, പോരൂർ, തിരുവാലി പഞ്ചായത്തുകളിലെ മുഴുവൻ ഉന്നത വിജയികൾക്കും ടോപ്പേഴ്സ് ഡേ പ്രത്യേക അനുമോദനമൊരുക്കി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് കെ ടി അജ്മലിന്റെ അധ്യക്ഷതയിൽ ഒരുക്കിയ പരിപാടി റവന്യൂ വകുപ്പ് മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തിലൂടെയുള്ള ഒരു വളർച്ചയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇനിയും പോകേണ്ടത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് അത് തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് എല്ലാവരും നിങ്ങളൊക്കെ വിളിച്ച് അഭിനന്ദിക്കുന്നത്, സന്തോഷം പങ്കെടുക്കുന്നത്, നിങ്ങൾക്ക് ആദരവ് നൽകുന്നതൊക്കെ നിങ്ങളുടെ വിജയം നാടിന്റെ കൂടി വിജയമാണ്. നിങ്ങളുടെയും രക്ഷിതാക്കളുടെയും മാത്രമല്ല, നിങ്ങളോടൊപ്പം ഈ പൊതുസമൂഹവും നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇതൊക്കെ. SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ കിട്ടിയ 200 പേരെയാണ് പ്രത്യേകം അനുമോദിച്ചത്. ചടങ്ങിൽ ബാങ്ക് ഓണററി സെക്രട്ടറി CT ചെറി, നിലമ്പൂർ ഏരിയ AR ജോബി ജോസഫ്, വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ, EP മോയിൻകുട്ടി, ബാങ്ക് വൈസ് പ്രസിഡന്റ് KT നൂറുൽ ഹസൻ, ജബീബ് സുക്കീർ, ഷൈജൽ എടപ്പറ്റ, CT സിറാജ്, VM നാണി എന്നിവർ സംബന്ധിച്ചു. നാടെങ്ങും ലോകകപ്പിന്റെ ആവേശത്തിൽ മുഴുകി നിൽക്കുമ്പോൾ ഈ ലോകകപ്പിന്റെ ആരവത്തെ പഠനത്തിന്റെ ഭാഗമാക്കുകയാണ് നിലമ്പൂർ മൈലാടി അമൽ കോളേജ്. ഈ അറബി വിഭാഗവുമായി ചേർന്നാണ് ഇങ്ങനെയൊരു പരിപാടി നടത്തുന്നത്. അറബി വിഭാഗത്തിൽ ഈ ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്ന സമയത്ത് അതിൽ നിന്നും ഉയർന്നു വരുന്ന അതിൻ്റെ ഓരോ വാക്കുകളും അതിൻ്റെ അറബി പദങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു മത്സരം നടത്തുന്നത്. ഈ മത്സരത്തിൽ ഇപ്പോൾ ഈ മത്സരത്തിൻ്റെ ഭാഗമായി ലോകകപ്പ് കളി കാണുമ്പോൾ തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകൾ, പ്രയോഗങ്ങൾ, അതുപോലെ കാഴ്ചയിൽ വരുന്ന കാര്യങ്ങൾ എന്നിവ ശേഖരിച്ച് അവയുടെ അറബി പദം, പരിഭാഷ എന്നിവ കണ്ടെത്തി ക്രോഡീകരിച്ച് നിശ്ചിത തീയതിക്കകം സമർപ്പിക്കുക എന്നതാണ് വേർഡ്സ് കപ്പ് എന്ന് പേരിട്ട ഈ ഒരു മത്സരം. ഫ്ലക്സുകളും കട്ടൗട്ടുകളും സ്ഥാപിക്കുവാനും മറ്റ് കളി കാണുവാനും വിദ്യാർത്ഥികൾ കാണിക്കുന്ന താല്പര്യം ഈ ഭാഷാ കളിയിൽ വിദ്യാർത്ഥികൾ കാണിക്കുന്നുണ്ടെന്നും വിദ്യാർത്ഥികൾ പരസ്പരം ചർച്ച ചെയ്യുകയും ഒരാൾക്ക് മറ്റൊരാളേക്കാൾ വാക്കുകൾ കൂടി കുറഞ്ഞ് തുടങ്ങിയ സംസാരങ്ങളടക്കം പഠന പ്രവർത്തനങ്ങളിൽ കുട്ടികൾക്കുള്ള താല്പര്യം വർദ്ധിപ്പിക്കുമെന്നും അറബി വിഭാഗം മേധാവി ഡോക്ടർ CH അലി ജാഫർ അഭിപ്രായപ്പെട്ടു. കുട്ടികൾക്കിടയിൽ ഫുട്ബോളിൻ്റെ ആവേശവും അതിൻ്റെ ആകർഷകമായ കാര്യങ്ങളെ പഠനത്തിലേക്ക് കൂടി സജീവമാക്കാൻ സഹായിക്കുക എന്ന ഉദ്ദേശമാണ് ലളിതവും പ്രായോഗികവുമായ മത്സരത്തിൻ്റെ അകത്തുക. ഉദ്ദേശിച്ച പോലെ കുട്ടികളുടെ ഭാഗത്തുനിന്നും നല്ല പ്രകടനവും നല്ല പെർഫോമൻസും കാണുന്നുണ്ട്. നല്ല പ്രതികരണമാണ്. കുട്ടികൾക്ക് അറബി ഭാഷാ പഠനത്തിലും അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ മേഖലയിലും ഈ വേർഡ്സ് കപ്പ് എന്ന പേരിലുള്ള ഫുട്ബോൾ അറബി പദങ്ങളുടെ കളക്ഷൻ സംഘടിപ്പിക്കുന്ന പ്രോഗ്രാം ശ്രദ്ധേയമാകുമെന്നാണ് അമൽ കോളേജ് അറബിക് വിഭാഗവും കായിക വിഭാഗവും സംഘടിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് ബോധ്യമാകുന്നത്. നോക്കാം പ്രേക്ഷകരെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിൽപ്പനയ്ക്കായി വീട്ടിൽ രഹസ്യ അറയിൽ സൂക്ഷിച്ച 730 ഗ്രാം കഞ്ചാവുമായി മമ്പാട് പുളിക്കലുടി സ്വദേശി പോലീസിന്റെ പിടിയിലായി. കാപ്പ കേസിൽ ജില്ല കടത്തിയ ആളാണ് തിരിച്ചെത്തി വീണ്ടും കഞ്ചാവ് കടത്തിയത്. വണ്ടൂർ മണ്ഡലത്തിലെ ജനങ്ങളുടെ ദീർഘകാലമായ ആവശ്യങ്ങൾക്ക് പരിഹാരമാകുന്നു. മണ്ഡലത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന ബജറ്റിൽ ആവശ്യമായ ഫണ്ട് അനുവദിച്ചതായി റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ. കാളികാവ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ കയറി ജീവനക്കാരെ ആക്രമിച്ചതായി പരാതി. ശനിയാഴ്ച രാവിലെയാണ് സംഭവം. അക്രമത്തിൽ പരിക്കേറ്റ 2 തൊഴിലുറപ്പ് ഓഫീസിലെ ജീവനക്കാരെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ചുങ്കത്തറ പഞ്ചായത്തിലെ കൊന്നമണ്ണ വാർഡിൽ പുതുതായി പണി പൂർത്തീകരിച്ച എരങ്കോൽ കുന്ന് ആശാരിപ്പടി റോഡ് പൊതുഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ EKS ഇഡലി ദോശമാവ്, കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്,